ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ചെനാബ് റെയിൽവേ പാലം രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖത്ര ശ്രീനഗർ വന്ദേ ഭാരത് ട്രെയിൻ സർവീസും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒറ്റത്തൂണിൽ 96 കേബിളുകളുടെ കരുത്തിൽ നിർമ്മിച്ച പാലം നവഭാരതത്തിന്റെ ശക്തിയാണ് വിളിച്ചോതുന്നത്. ഫ്ളാഗ് ഓഫ് നിർവഹിച്ച പ്രധാനമന്ത്രി പാകിസ്ഥാനെ താക്കീരും നൽകി. ഭാരതം പോരാടുന്നത് പാകിസ്ഥാനോട് മാത്രമല്ല, ലോകം മുഴുവനുമുള്ള ഭീകരതയോടെന്നും പ്രധാന സേവകൻ കൂട്ടിച്ചേർത്തു. ഇനി എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും കശ്മീരിൽ വികസനം തുടരുമെന്നും സമാധാന അന്തരീക്ഷം നിലനിൽക്കുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. അതേസമയം തന്നെ റിപ്പോ നിരക്കിൽ വീണ്ടും കുറവ് വരുത്തി RBI 50 അടിസ്ഥാന പോയിന്റ് കുറച്ച് 5.5% പുതുക്കിയ നിരക്ക്. റിവേഴ്സ് റിപ്പോ നിരക്ക് 5.25%. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിരക്ക് 5.75%മായും നിശ്ചയിച്ചു. പണപ്പെരുപ്പ് നിരക്ക് നിയന്ത്രണ വിധേയമായതുൾപ്പെടെ പരിഗണിച്ചാണ് പുതിയ നിരക്കുകൾ പ്രഖ്യാപിച്ചത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലും വിശകലനങ്ങളിലേക്കുമാണ് നമ്മൾ പോകുന്നത്. ആദ്യം ഐസൻ ജോസ് ചേരുകയാണ്. ഒപ്പം സാമ്പത്തിക വിദഗ്ധൻ ശ്രീ ആദികേശവൻ, ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ എന്നിവർ നമ്മോടൊപ്പം ചേരും. ഐസൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതം ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിച്ചു വരികയാണ്. അത് എല്ലാ തരത്തിലായാലും സാമ്പത്തികപരമായും സൈനികപരമായും വികസനത്തിന്റെ ഓരോ തലമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ലോകത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഔന്നത്യത്തിലേക്കാണ് ഭാരതം കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തെളിവുകൾ തന്നെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. അത് കശ്മീരിലായി കഴിഞ്ഞാലും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി കഴിഞ്ഞാലും ആ വികസനത്തിൻ്റെ തേരോട്ടത്തിൻ്റെ സ്പന്ദനങ്ങളാണ് നമുക്ക് മുന്നിൽ നേർസാക്ഷ്യമായി അവതരിപ്പിക്കപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈസൻ? കാശ്മീരിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ ഇന്ന് ആ വികസനം സംബന്ധിച്ച ചർച്ച വികസന പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ പാലങ്ങൾ, ജിനാവ് പാലമൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ഒമർ അബ്ദുള്ള തന്നെ വളരെ കൃത്യമായി പറഞ്ഞത് ബ്രിട്ടീഷുകാർക്ക് സാധിക്കാത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സാധ്യമായി എന്നൊരു നിലപാടാണ്. അതിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് ഏത് രീതിയിലുള്ളൊരു വികസന വേഗം അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെൻറ്റ് പേസിലേക്കാണ് ഭാരതം പോകുന്നത് എന്ന് കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് 46,000 കോടി രൂപയുടെ വികസനമാണ് കാശ്മീരിൽ വന്നിരിക്കുന്നത്. ആശുപത്രികളുണ്ട്, അതുപോലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു. അത്തരത്തിൽ കാശ്മീരിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ് ആർട്ടിക്കിൾ 370 ഇല്ലാതാക്കിയതിന് ശേഷം, കാശ്മീരിന് പ്രത്യേക പദവി ഇല്ലാതാക്കിയതിന് ശേഷം കാശ്മീർ ഒരു സമ്പൽ സമൃദ്ധമായൊരു പ്രദേശമായി മാറുന്ന ഒരു സാഹചര്യം നമുക്ക് നേരിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി നമുക്കറിയാവുന്നതാണ് 7ഓളം മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചു എന്നുള്ള പല വികസന സ്റ്റാറ്റിസ്റ്റിക്സുകളും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിക്കുകയുണ്ടായി. അതിനെല്ലാം പുറമെ ഏറ്റവും സുപ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ വികസന സംവിധാനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളിലെ വികസനങ്ങൾ ഒരുക്കുമ്പോൾ ആ പ്രദേശം അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഒരു ഭാഗം മറ്റു രാജ്യവുമായി, ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി ഒരു കണക്ടിവിറ്റിയിലെത്തുന്നു എന്നതാണ്. അത്തരത്തിലൊരു കണക്ടിവിറ്റി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് അവിടെ പല രീതിയിലുള്ള വാണിജ്യ, വ്യവസായ, ബിസിനസ് രംഗങ്ങളിലെ വികസനം ഉണ്ടാവും, വിനോദസഞ്ചാര രംഗത്തെ വികസനം ഉണ്ടാവും. സ്വാഭാവികമായും അത് ഒരു വരുമാന സ്രോതസ്സായി മാറുമ്പോൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഈ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ ഭീകരതയെയും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കും യുവാക്കൾ ആകർഷിക്കപ്പെടുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നു. ഭീകരർക്ക് കാര്യമായ ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കാതെ വികസനത്തിൻ്റെ പാതയിലൂടെ, അതായത് പലരും പറയുന്നത് പോലെ വെടിയുണ്ടകൾ കൊണ്ടല്ല, വികസനം കൊണ്ടും സ്വയം ശാക്തീകരണം കൊണ്ടുമാണ്, സാമ്പത്തിക ശാക്തീകരണം കൊണ്ടും ഉൾച്ചേർക്കൽ കൊണ്ടുമാണ് ഭീകരതയെ നിയന്ത്രിക്കേണ്ടത് എന്ന കൃത്യമായൊരു സന്ദേശം നൽകുന്നതിൻ്റെ വികസനം തന്നെയാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. തീർച്ചയായും വലിയ തോതിലുള്ളൊരു വികസന നീക്കങ്ങൾ തന്നെ അവിടെ നടന്നു എന്നത്. ഈ വികസനം നടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ് സ്വാഭാവികമായും വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ, വലിയ പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കുന്നു, നിക്ഷേപ സാധ്യതകൾ വർദ്ധിക്കുന്നു, സ്വാഭാവികമായും വരുമാനം വർദ്ധിക്കുന്നു. ഒരു വലിയ കുതിച്ചുചാട്ടത്തിലേക്ക് തന്നെ സമ്പദ് രംഗം മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു കണക്ടിവിറ്റി, പ്രത്യേകിച്ചും ഈ പ്രദേശങ്ങളെല്ലാം ചെനാബ് നദിയുടെ പരിസരങ്ങളെല്ലാം തന്നെ നമുക്ക് പറയുമ്പോൾ അത് വലിയ മലമ്പ്രദേശങ്ങളും അത്തരത്തിലുള്ള സംവിധാനങ്ങളായതുകൊണ്ട്, അത്തരത്തിലുള്ള ഭൂപ്രദേശങ്ങളായതുകൊണ്ട് റീജിയണൽ മോർഫോളജിയെല്ലാം അത്തരത്തിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമായതിനാൽ എത്തിപ്പെടുക ബുദ്ധിമുട്ടായ ആ ഒരു മേഖലകളിലേക്ക് ആയാസരഹിതമായ യാത്ര സാധ്യമാക്കുന്നു എന്നത് വലിയൊരു സാമ്പത്തിക നീക്കം തന്നെയാണ്. അത് ചരക്ക് നീക്കത്തിനും അതുപോലെ തന്നെ സമാനമായ തിരിച്ചുള്ള യാത്രകൾക്കും അതുപോലെ
ടൂറിസത്തിൻ്റെ എല്ലാം തന്നെ വികസനത്തിൻ്റെ വലിയ വഴികൾ തുറന്നു കിട്ടുന്നു എന്നത് ഒരു വസ്തുത തന്നെയാണ്. 46,000 കോടി രൂപയുടെ നിക്ഷേപം നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ 10 ഇരട്ടി, നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അതിനേക്കാൾ 10 ഇരട്ടി വരുമാന സ്രോതസ്സായി മാറുന്ന, അല്ലെങ്കിൽ ഒരു മൊത്തം സാമ്പത്തിക ചലനം സൃഷ്ടിക്കാവുന്ന ഒരു ആക്ടിവിറ്റിയായി അത് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ രാജ്യമെമ്പാടും നടക്കുന്നു. ഇപ്പോൾ അത് കാശ്മീരും ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്നു, പൂർണ്ണമായും ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്നു. അത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഗൗതം കൂടി ചിരിക്കാൻ ഡൽഹിയിൽ നിന്ന്. ഗൗതം, ഇവിടെ ചെനാബ് പാലം ഭാരതത്തിന്റെ പുരോഗതിയുടെ തെളിവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജമ്മു കാശ്മീരിൽ പുതിയ വികസന പാതയാണ് തുറന്നത്. രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും ഇച്ഛാശക്തിയുടെയും ഉദാഹരണമാണിതെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുമ്പോൾ ഇവിടെ ഐസ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 46,000 കോടിയുടെ വികസന പദ്ധതി. അത് കശ്മീരിൽ മാത്രമല്ല, രാജ്യത്തിന്റെ പല ഭാഗങ്ങളും എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ വികസന പദ്ധതികളാണ്, നിരവധി വികസന പദ്ധതികൾ. അത് വ്യാവസായികപരമായിട്ടാണെങ്കിലും മറ്റ് വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും ഏത് പദ്ധതികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ രാജ്യത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് നാന്ദി കുറിക്കുന്ന അല്ലെങ്കിൽ ഊന്നൽ നൽകുന്ന പദ്ധതികളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഇത് ഐക്യത്തിൻ്റെ പ്രതീകമാണ്. ഐക്യമാണ് രാഷ്ട്രത്തിൻ്റെ കരുത്ത്. അത് എല്ലാ മേഖലയും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും എല്ലാ തരത്തിലും ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഭാരതം കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഓരോ തുടിപ്പുകളും എങ്ങനെയാണ് പ്രധാനമന്ത്രി ഇന്നത്തെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്? കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം നാഴികക്കല്ലാകുന്ന പദ്ധതിയാണ് ഇന്നിപ്പോൾ ഉധംപൂർ ശ്രീനഗർ ബാരാമുല്ല റെയിൽവേ ലിങ്ക് പദ്ധതി എന്ന് പറയുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ജമ്മു കശ്മീരിൻ്റെ താഴ്വരയിലേക്ക് ചൂളം വിളികൾ എത്തുകയാണ്. കാരണം ഇത്രയും കാലം ശ്രീനഗറിൽ റെയിൽ കണക്ടിവിറ്റി ഉണ്ട്, ജമ്മുവിലുണ്ട് എങ്കിൽ പോലും ഈ ജമ്മു കശ്മീരിൻ്റെ 2 പ്രധാനപ്പെട്ട നഗരങ്ങൾ, തലസ്ഥാന നഗരികളായിട്ടുള്ള 2 ശ്രീനഗറും ജമ്മുവും, ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റെയിൽ കണക്ടിവിറ്റി ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നത് കശ്മീർ താഴ്വരയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ സമ്പദ്ഘടനയെയും അല്ലെങ്കിൽ അവരുടെ ടൂറിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെയൊക്കെ ദോഷകരമായി ബാധിച്ചിരുന്നു. അതിനാൽ ഇന്നിപ്പോൾ ഈ റെയിൽ കണക്ടിവിറ്റി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി കശ്മീർ താഴ്വരയെ ബന്ധപ്പെടുത്തുകയാണ്. അത് സാമ്പത്തികമായും ടൂറിസം ഉൾപ്പെടെയുള്ള കശ്മീരി ജനതയുടെ അവരുടെ ജീവിത ഉപാധിയായിട്ടുള്ള കാര്യങ്ങൾക്ക് കുതിപ്പ് പകരുന്നു എന്നതിനൊപ്പം തന്നെ സൈനികമായും അത് വലിയ തോതിലുള്ളൊരു നേട്ടം തന്നെയാണ്. കാരണം നമുക്കറിയാം ജമ്മു കാശ്മീർ വർഷങ്ങളായി തന്നെ പാകിസ്ഥാൻ അവരുടെ ഒളിയുദ്ധം ഭാരതത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന നിഴൽ യുദ്ധത്തിന് എപ്പോഴും വേദിയാക്കുന്ന ഒരു സംസ്ഥാനമാണ്. നിയന്ത്രണ രേഖയാണെങ്കിലും അതല്ലെങ്കിൽ ജമ്മു റീജിയനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രാജ്യാന്തര അതിർത്തിയാണെങ്കിലും കടന്നു പോകുന്ന ഒരു സംസ്ഥാനമാണ്, അല്ലെങ്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. സ്വാഭാവികമായും അവിടെ വളരെ പെട്ടെന്ന് സൈനിക നീക്കത്തിന് നമ്മുടെ സൈന്യത്തിന് കഴിയുന്ന രീതിയിലുള്ള നിർമ്മാണം തന്നെയാണ് ഈ ചെനാബ് പാലത്തിൽ ഒരുക്കിയിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ ഇതോടൊപ്പം കൂട്ടി വായിക്കണം. അപ്പോൾ സൈനികമായാണെങ്കിലും അതല്ല വാണിജ്യ വ്യവസായ രംഗത്ത് ജമ്മു കാശ്മീരിന് ഒരു വലിയ ഊന്നൽ നൽകുന്ന രീതിയിലാണെങ്കിലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നാഴികക്കല്ലായി മാറുന്ന പദ്ധതിക്കാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ അക്കാര്യം അദ്ദേഹം ഉൾപ്പെടുത്തുന്നുണ്ട്. ആധുനിക ഭാരതത്തിൻ്റെ ഇച്ഛാശക്തിയുടെയും കരുത്തിൻ്റെയും പ്രതീകമാണ് ചെനാബ് പാലവും. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ജമ്മു കാശ്മീരിലേക്ക് തുറന്നു കൊടുത്തിട്ടുള്ള ഈ റെയിൽവേ ലിങ്ക് പദ്ധതിയും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ജമ്മു കാശ്മീരിന് എത്രത്തോളം വലിയ പ്രാധാന്യം ഈ സർക്കാർ നൽകുന്നുവെന്ന സന്ദേശം അദ്ദേഹം ഒരിക്കൽ കൂടി നൽകുകയാണ്. 2019 ഓഗസ്റ്റ് 5-നാണ് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അധികാരം ആർട്ടിക്കിൾ 370 കേന്ദ്ര സർക്കാർ മരവിപ്പിക്കുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ നിരവധി പദ്ധതികൾ ജമ്മു കാശ്മീരിൽ യാഥാർത്ഥ്യമാകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. കാരണം ഈ വികസന പദ്ധതികൾ ജമ്മു കാശ്മീരിൽ എത്താതിരുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്നത് ഈ ആർട്ടിക്കിൾ 370 ആയിരുന്നു എന്നത് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. ജവഹർലാൽ നെഹ്റുവും ഷെയ്ഖ് അബ്ദുള്ളയും ഒക്കെ ചേർന്ന് രൂപപ്പെടുത്തിയ കശ്മീരിൻ്റെ പ്രത്യേക അധികാരം ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ എഴുതി ചേർക്കുകയും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കശ്മീരിന് പ്രത്യേക അധികാരങ്ങൾ, അത് അവിടുത്തെ നിയമസഭകൾക്ക് പ്രത്യേക അധികാരം, ആ സംസ്ഥാനത്തിന് പ്രത്യേക കൊടി, അവിടെ പ്രത്യേക പ്രധാനമന്ത്രി ഉണ്ടാകുന്നു. അപ്പോൾ അത്തരം മറ്റ് സംസ്ഥാനങ്ങളിൽ കാണാത്ത രീതിയിലുള്ള അധിക അധികാരങ്ങൾ ജമ്മു കാശ്മീരിന് നൽകിയതിലൂടെ അവിടെ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുവാൻ മുൻപ് അധികാരത്തിലിരുന്ന സർക്കാരുകൾക്ക് സാധിച്ചിരുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമെന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർട്ടിക്കിൾ 370 ആയിരുന്നു. എന്നാൽ 2019 രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് ആദ്യത്തെ ഏറ്റവും സുപ്രധാനമായ ചുവടുവെപ്പ് എന്നത് 2019 ഓഗസ്റ്റ് 5-ന് കേന്ദ്ര സർക്കാർ
പ്രത്യേക പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നടത്തുകയും ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അധികാരം മരവിപ്പിക്കുകയും ചെയ്തു. ഇതോടുകൂടി കേന്ദ്ര പദ്ധതികളുടെ ഒരു വലിയ പ്രഖ്യാപനം തന്നെ ജമ്മു കാശ്മീരിനെ തേടിയെത്തി. ഇന്ന് പ്രധാനമന്ത്രി ഖട്രയിൽ ഈ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുന്ന വേളയിൽ അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. തൻ്റെ സർക്കാർ എന്താണ് ഈ കശ്മീരിന് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ വിശദീകരണം അദ്ദേഹം നൽകി. കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികളായിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജനയും അതോടൊപ്പം തന്നെ ഗരീബ് കല്യാൺ അന്ന യോജനയും അതല്ലെങ്കിൽ ഉജ്ജ്വല യോജനയും ഒക്കെ പോലെയുള്ള ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതികൾ നമുക്കറിയാമത് 2014 മുതൽ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള പദ്ധതികളാണ്. ആ പദ്ധതികൾ എങ്ങനെ ജമ്മു കാശ്മീരിലേക്ക് കടന്നു വന്നു എന്നതിനെപ്പറ്റി പ്രധാനമന്ത്രി പറയുന്നു. അതോടൊപ്പം തന്നെ കശ്മീരിന് മാത്രമായി പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളുണ്ട്. അത് എയിംസ് ആണെങ്കിലും മെഡിക്കൽ കോളേജുകളാണെങ്കിലും നല്ല റോഡുകളും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചനാബ് പാലമൊക്കെ അടങ്ങുന്ന ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുല്ല റെയിൽവേ ലിങ്ക് പദ്ധതിയാണെങ്കിലും ഇതെല്ലാം മുൻപൊരിക്കലും കശ്മീരി ജനത കണ്ടിട്ടില്ലാത്തതാണ്. അതായത് 2019 മുൻപുള്ള അവിടുത്തെ സാഹചര്യം തോക്കുമേന്തി നടക്കുന്ന യുവത്വവും ഭാരതത്തിൻ്റെ സൈന്യത്തെ കല്ലെറിയുന്ന ചെറുപ്പക്കാരുമൊക്കെ ആയിരുന്നു അന്നത്തെ കശ്മീരിൻ്റെ പ്രതീകമെങ്കിൽ ഇന്നത് മാറുന്നു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ ഒരു നയാ കശ്മീർ അവിടെ രൂപപ്പെടുകയാണ്. പുതിയ കശ്മീർ രൂപപ്പെടുന്നു. ലോകത്തിൻ്റെ സ്വർഗമെന്ന് എഴുത്തുകാരും കവികളുമൊക്കെ പാടിപ്പുകഴ്ത്തിയ ജമ്മു കാശ്മീർ അത് ഒരു കാലത്ത് വെടിയൊച്ചകൾ ഗർജിച്ചിരുന്ന ഭീകരതയുടെ വിളനിലമായിരുന്ന ആ പ്രദേശം ഇന്ന് വികസനത്തിൻ്റെ പുതിയ പാതയിലേക്ക് കുതിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് നമ്മളിന്ന് ജമ്മു കാശ്മീരിൽ ലോകത്തിന്റെ സ്വർഗമായ ഈ ഒരു ജമ്മു കാശ്മീരിനെ കലാപഭൂമിയാക്കി മാറ്റാനുള്ള പാകിസ്ഥാന്റെ നീക്കം, ഭീകരരുടെ നീക്കം, അതിന് കൃത്യമായും ശക്തമായ മറുപടിയാണ് രാജ്യം ഓരോ ഘട്ടത്തിലും നൽകിയത്. പഹൽഗാം ഭീകരാക്രമണം, ബൈസൽവാലിയിലെ ആ തീവ്രവാദികളുടെ ഭീകരരുടെ ആക്രമണം അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. അതിനെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൃത്യമായ കണക്ക് ചോദിച്ചുകൊണ്ട് അടിക്ക് തിരിച്ചടി, പ്രഹരത്തിന് അതിപ്രഹരം നൽകിക്കൊണ്ട് ഭാരതം കൃത്യമായും നയം വ്യക്തമാക്കിയിരുന്നു. ഇവിടെ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പുതിയ മുന്നേറ്റമാണെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുമ്പോൾ ജമ്മു കാശ്മീരിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അത് പരിപോഷിപ്പിക്കുന്നു. ടൂറിസം മേഖലയ്ക്ക് അത് വലിയ പരിവേഷം നൽകുന്നു. ഗൗതം പറഞ്ഞതുപോലെ തന്നെ സൈനികപരമായ മുന്നേറ്റത്തിനും അത് നിർണായക ഘടകമായി മാറുന്നു. അങ്ങനെ ജമ്മു കാശ്മീരിനെ ഭാരതത്തിൻ്റെ ഏറ്റവും സമ്പന്നമായ, ഏറ്റവും സമ്പുഷ്ടമായ ഒരു മേഖലയായി വാർത്തെടുക്കാനുള്ള കൃത്യമായ നിശ്ചയദാർഢ്യം അത് പ്രകടമാകുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്, അല്ലേ? KP അതുതന്നെയാണ്. അതായത് ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടന്ന രണ്ട് പ്രദേശങ്ങളാണ്. ഒന്ന് ജമ്മു കാശ്മീർ. നമുക്കറിയാം അവിടെ ഇസ്ലാമിക ഭീകരവാദത്തിന് വലിയ വേരുകൾ ഒരു കാലത്തുണ്ടായിരുന്നു. 1947 നമ്മുടെ രാജ്യത്തിൻ്റെ വിഭജനവുമായി ബന്ധപ്പെട്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ എന്നൊരു പുതിയ രാജ്യം രൂപപ്പെടുകയും ആ രാജ്യം ജമ്മു കാശ്മീരിലെ കശ്മീർ താഴ്വരയെ, മുസ്ലിം ഭൂരിപക്ഷമായിട്ടുള്ള കശ്മീർ താഴ്വര അവരുടേതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആ പ്രദേശത്തിന് മേൽ തുടർച്ചയായ സംഘർഷങ്ങൾ രൂപപ്പെടുത്തിയതുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ പാകിസ്ഥാനാണ് എന്ന വസ്തുത നമുക്ക് അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രദേശം ഏറ്റവും അധികം വിഘടനവാദം ഈ കശ്മീർ പോലെ തന്നെ നമ്മുടെ രാജ്യത്ത് വിഘടനവാദം നിലനിന്ന മറ്റൊരു പ്രദേശമാണ് നോർത്ത് ഈസ്റ്റ്. അത് നാഗാലാൻഡ് ആണെങ്കിലും അരുണാചൽ പ്രദേശ്, അസ്സാം, മണിപ്പൂർ, ത്രിപുര ഈ സംസ്ഥാനങ്ങളുടെയൊക്കെ സാഹചര്യം. ഈ രണ്ട് സ്ഥലങ്ങളിലും കേന്ദ്ര സർക്കാർ ഈ വിഘടനവാദത്തെ പൂർണ്ണമായി അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ എങ്ങനെ അവിടുത്തെ ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഇത് ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നോർത്ത് ഈസ്റ്റിലും ഇതേ സ്ട്രാറ്റജി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചത്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ 8 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട്. സിക്കിമും ഉൾപ്പെടുത്തിക്കൊണ്ട് അഷ്ടലക്ഷ്മിമാർ എന്നാണ് നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി അദ്ദേഹം ഈ സ്ഥലത്തെ വിശേഷിപ്പിക്കുന്നത്. നേരത്തെ നമുക്കറിയാം നോർത്ത് ഈസ്റ്റിനെ 7 സഹോദരിമാരെന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ സിക്കിമിനെ കൂടി അതിൽ ഉൾപ്പെടുത്തണമെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിൻ്റെ ആശയമാണ്. അങ്ങനെ അഷ്ടലക്ഷ്മിമാർ എന്നാണ് ഇപ്പോൾ നമ്മൾ ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ വിശേഷിപ്പിക്കുന്നത്. ഈ നോർത്ത് ഈസ്റ്റിൻ്റെ മുഴുവൻ തലസ്ഥാന നഗരികളെയും ബന്ധിപ്പിക്കുന്ന റെയിൽ കണക്ടിവിറ്റി വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചരിത്ര സംഭവമാണ്. കാരണം മുൻപ് ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ റെയിൽ കണക്ടിവിറ്റി പോയിട്ട് റെയിൽവേ സ്റ്റേഷൻ ഒന്നും തന്നെയില്ല. അവിടുത്തെ ആളുകൾ ട്രെയിൻ പോലും കണ്ടിട്ടില്ലാത്ത ആളുകളാണ് അവിടെ ബഹുഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അടുത്ത കാലത്ത് നമ്മൾ ഈ നാഗാലാൻഡ് തെരഞ്ഞെടുപ്പൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ നാഗാലാൻഡിലെ 2ാമത്തെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് നരേന്ദ്രമോദിയുടെ കാലത്താണ്. അതിന് മുൻപ് 100 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ പണിത ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മണിപ്പൂരിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ആദ്യമായി തീവണ്ടിയിൽ കയറുന്നത് നരേന്ദ്രമോദിയുടെ കാലത്താണ്. അപ്പോൾ ഇത് പറഞ്ഞു വന്നത് ഈ വടക്കുകിഴക്കൻ മേഖല ഇപ്പോൾ പൊതുവെ ശാന്തമായിരിക്കുന്നു. അവിടെ വിഘടനവാദത്തിനുള്ള സ്പേസ് ഇല്ലാണ്ടായിരിക്കുകയാണ്. അതെങ്ങനെ ഇല്ലാണ്ടായി എന്ന് ചോദിച്ചാൽ കൃത്യമായി അവിടെ വികസനം എത്തിക്കാൻ തുടങ്ങി. രാജ്യത്തിൻ്റെ വിഭവങ്ങൾ തങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന കൃത്യമായ ബോധ്യം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കുണ്ടായിരിക്കുന്നു. അതോടുകൂടി അവർ ഭാരതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തുകയാണ്. ഒരു കാലത്ത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഭാരതത്തിൻ്റെ ദേശീയഗാനം ചൊല്ലാൻ പറ്റില്ലായിരുന്നു. അവിടെ ദേശീയ പതാക ഉയർത്താൻ കഴിയില്ലായിരുന്നു. അത്രത്തോളം വിഘടനവാദ ശക്തികൾക്ക് വലിയ സ്വാധീനമായിരുന്നു ആ സ്ഥലങ്ങളിൽ. ആ സ്വാധീനം
നഷ്ടപ്പെട്ടതിൻ്റെ കാരണം ഈ സർക്കാർ വന്നതിന് ശേഷം അവിടേക്ക് വലിയ തോതിലുള്ള വികസന പദ്ധതികൾ എത്തിക്കാൻ തുടങ്ങി എന്നതാണ്. മുൻപത്തെ സർക്കാരുകളുടെ ഒരു പ്രശ്നം നോർത്ത് ഈസ്റ്റൊക്കെ ചെറിയ പ്രദേശമാണ് എന്നതുകൊണ്ട് അവിടേക്ക് കാര്യമായ വികസനം നൽകുകയോ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ ഒരു പങ്ക് അവർക്ക് നൽകാനൊന്നും തയ്യാറായിരുന്നില്ല. കാരണം അവിടുത്തെ ആ പ്രദേശങ്ങളിലൊക്കെ എംപിമാരുടെയൊക്കെ എണ്ണം വളരെ കുറവാണ്, ലോക്സഭാ മണ്ഡലങ്ങൾ ചെറുതാണ്, പോപ്പുലേഷൻ കുറവാണ് എന്നൊക്കെയുള്ള രാഷ്ട്രീയമായ ചില വിശദീകരണങ്ങൾ നൽകിക്കൊണ്ട് ആ പ്രദേശങ്ങളെ അവഗണിച്ചിരുന്നു. പക്ഷേ ഈ സർക്കാർ ആ പ്രദേശങ്ങളെ നമ്മുടെ മുഖ്യധാരയിലേക്ക് അടുപ്പിച്ച് നിർത്തുവാനായി ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്നത് കൃത്യമായ വികസന പദ്ധതികൾ അവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു എന്നതാണ്. ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിൽ നമുക്ക് അതുതന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പോലെ തന്നെ വിഘടനവാദം പത്തിവിടർത്തിയാടിയ മറ്റൊരു സ്ഥലമാണ് ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലും ഇപ്പോൾ കാണുന്നത് കൃത്യമായ വികസന പദ്ധതികൾ അവിടെ നടപ്പാക്കുന്നതിലൂടെ കശ്മീരിൻ്റെ പുതിയ തലമുറയെ, ഒരുപക്ഷെ പഴയ തലമുറയിൽ ഒരു വലിയ വിഭാഗം തീവ്രവാദത്തിൻ്റെയും ഭീകരതയുടെയും അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തെ കല്ലെറിയുന്നതിൻ്റെയും ഒക്കെ പുറകെ പോയിട്ടുണ്ടാകാം. പക്ഷേ പുതിയ തലമുറയെ പിടിക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടി അവിടെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിൽ ഈ സർക്കാർ വിജയിച്ചു എന്നത് ഒരു വസ്തുതയാണ്. അത് രാഷ്ട്രീയ എതിരാളികൾ പോലും ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. KP ഏതായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണർവിൻ്റെ ഒരു വലിയ മാറ്റം തന്നെയാണ് ജമ്മു കാശ്മീരിൽ ഉടനീളം പ്രകടമാകുന്നത്. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലടക്കം അത് കൃത്യമായ രീതിയിൽ പ്രകടമാവുകയാണ്. കൂടുതൽ വിശകലനങ്ങളിലേക്ക് നമുക്ക് തിരികെ എത്താം. ഐസൻ, ഇവിടെ ഈ ചെനാബ് റെയിൽപാതം രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ അത് ലോകത്തിൻ്റെ നെറുകയിൽ ഭാരതം എന്ന സിന്ദൂരം വീണ്ടും വീണ്ടും അടയാളപ്പെടുത്തുകയാണ്. അതിന് ഏറ്റവും വലിയ സവിശേഷത ഐഫൽ ടവറിനേക്കാൾ ഉയരത്തിലുള്ള ആർച്ച് പാലമാണ്. എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളുടെ ഒരു നേർക്കാഴ്ച തന്നെയാണ് ഇത്. പലതുകൊണ്ടും പല രീതിയിലും പ്രത്യേകതകളും ഭാരതത്തിൻ്റെ ആ ഒരു മികവിൻ്റെ ഒരു ഉദാഹരണം കൂടിയാവുകയാണ് ഈ ചെനാബ് പാലം, അല്ലേ? തീർച്ചയായും അത്തരത്തിലൊരു മികവിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ മികവിൻ്റെ ഒരു ഉദാഹരണം തന്നെയായി മാറുന്നുണ്ട് ഈ ചെനാബ് പാലം എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാവുന്നതാണ് ഈ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം, അതായത് ഇത്തരത്തിലുള്ള എഞ്ചിനീയറിംഗ് സ്ട്രക്ചറുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. അത് ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപരേഖ വരയ്ക്കാനൊക്കെ നമുക്ക് സാധിച്ചിരുന്നു. അതേ സംബന്ധിച്ചുള്ള കൃത്യമായ അറിവും നമുക്കുണ്ടായിരുന്നുവെങ്കിൽ കൂടി ഇതിന് ആവശ്യമായ സംവിധാനങ്ങൾ, സാങ്കേതിക തികവാർന്ന സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിലെ ഒരു കാര്യക്ഷമതയില്ലായ്മയാണ് പല തരത്തിലുള്ള ഇത്തരം വികസനം പ്രവർത്തനങ്ങൾക്കും ഒരു പരിമിതിയായി വന്നത്. നമുക്കറിയാവുന്നതാണ്. വ്യത്യസ്തമായ ഭൂപ്രദേശമാണ്, വ്യത്യസ്തമായ അന്തരീക്ഷമാണ്, അത്തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയലിനും അതിനനുസരിച്ചുള്ള പ്രത്യേകതകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇത്തരം രംഗങ്ങളിലെ ഒരു ഉൽപ്പാദന രംഗത്തെ ഒരു വലിയ വർധനവ്, അതായത് സ്റ്റീൽ ഉൽപ്പാദന രംഗത്തൊക്കെ വലിയ തോതിലൊരു വർധനവുണ്ടായതും അതുപോലെ തന്നെ ഈ നിർമ്മാണ രംഗത്തേക്ക് പണം പമ്പ് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം വർദ്ധിക്കുകയും ചെയ്തു എന്നതാണ് ഈ രംഗത്ത് ഒരു സാമ്പത്തിക മുന്നേറ്റത്തിന് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ക്രയവിക്രയം അല്ലെങ്കിൽ ഒരു ചലനാത്മകത സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതാണോ വീഴ്ച വന്നിരുന്നത് അത് ഇത്തരത്തിലുള്ളൊരു സാമ്പത്തികമായതും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ തികവാർന്നതും ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുടെ ഒരു തികവിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചപ്പോഴാണ് ഈ എഞ്ചിനീയറിംഗ് മികവ് ഇവിടെ യാഥാർത്ഥ്യമായത്. നമുക്കറിയാവുന്നതാണ്, ഒരു ആർച്ച് പാലമാണ്. ആർച്ചിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം. ആർച്ച് എങ്ങനെയാണ് ബലവത്താകുന്നത് എന്നൊക്കെ നമ്മൾ സ്കൂളിൽ പോലും പഠിക്കുന്നതാണെങ്കിൽ കൂടി ഇതിൻ്റെ സാധ്യതകൾ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ ഇത്രയും വലിയ ഈഫൽ ടവറിനേക്കാൾ ഉയരത്തിൽ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതകൾ നമുക്ക് വിഭാവനം ചെയ്യാൻ സാധിക്കാറുണ്ടായിരുന്നുവെങ്കിലും അത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നതിന് അതിന് സർവേ സംവിധാനങ്ങളുണ്ട്, അതുപോലെ തന്നെ നിരീക്ഷണ സംവിധാനങ്ങളുണ്ട്, അതുപോലെ ഒരു നിരവധിയായ സാങ്കേതിക തികവാർന്ന വിഷയങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ പ്രാപ്തമായി എന്നതുകൂടിയാണ് ഇതിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് മികവ് എന്നതിനപ്പുറം അത് സാധ്യമാക്കുന്ന ഒരു ശാസ്ത്രം സാധ്യമാക്കുന്ന ഒരു അന്തരീക്ഷം, നയപരമായൊരു അന്തരീക്ഷം, ഒരു ഭരണ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നതൊരു പ്രധാനപ്പെട്ട വസ്തുതയായി. ഇപ്പോൾ ശ്രീമതി വിനീത ഹരിഹരൻ BJP പ്രതിനിധി നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ശ്രീമതി വിനീത ഹരിഹരൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഭാരതം ലോകത്തിൻ്റെ ആ ഒരു ഔന്നത്യത്തിലേക്ക് കുതിക്കുകയാണ്. അവിടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ കാലാകാലങ്ങളായി അവഗണിച്ചുകൊണ്ടിരുന്ന പ്രദേശങ്ങളായി കഴിഞ്ഞാലും മേഖലകളായി കഴിഞ്ഞാലും അതിന് കൃത്യമായ ഊന്നൽ നൽകിക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വികസന രാഷ്ട്രീയം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ ജമ്മു കാശ്മീർ നമുക്കറിയാം, കാലാകാലങ്ങളായി അവിടെ ഭീകരത അതിൻ്റേതായ എല്ലാ രീതിയിലും പരിക്കേൽപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ്. അത് NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അവിടെ എല്ലാ തരത്തിലുള്ള ഒരു മാറ്റം, അത് ജനങ്ങളുടെ പ്രത്യക്ഷത്തിലുള്ള പുരോഗതി ആയിക്കഴിഞ്ഞാലും അവിടുത്തെ ടൂറിസം മേഖലയുടെ പുരോഗതി ആയിക്കഴിഞ്ഞാലും അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സ്ഥാപിച്ചുകൊണ്ട്
അവിടുത്തെ ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഭാരതം എന്നുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാടിലേക്ക് ജമ്മു കാശ്മീരിൻ്റെ ജനതയെ കൂടി ചേർത്ത് വച്ച ഒരു ഭരണ തികവാണ്, ഒരു മികവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തിനുമുണ്ടായത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുകയും ചെയ്തത്. എങ്ങനെ വിലയിരുത്തുന്നു, എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു നേട്ടം തന്നെയാണ് മോദി സർക്കാരിന്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ കഴിഞ്ഞിട്ട് ലോകം അവിടുത്തെ ആൾക്കാർക്ക് ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ടൂറിസം നിന്നു, നമ്മുടെ അറ്റാക്ക് കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെയും ഒരു പേടി പോലെ ഒരു സെന്റിമെന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ചു കാലത്തേക്ക്. പക്ഷെ ഉടനെ തന്നെ നരേന്ദ്രമോദിജി ഇപ്പോൾ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി ആ ടെററിസ്റ്റിന് പാകിസ്ഥാനിന് കൊടുക്കേണ്ട മറുപടി കൊടുത്തു. പക്ഷെ അതിന്റെ ശേഷം ഉടനെ തന്നെ ഒരു 1 മന്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇത്രയും ഒരു വികസന പദ്ധതികൾ അവിടെ അനൗൺസ് ചെയ്യുന്നത് വലിയൊരു സൈക്കോളജിക്കൽ ബൂസ്റ്റ് ആയിരിക്കും ജമ്മു കാശ്മീരിന്റെ ആൾക്കാർക്ക്. ഇത് വളരെയധികം ഇപ്പോ 11 വർഷം ആവുന്നുണ്ട് മോദി സർക്കാരിന്റെ, അതിന്റെയും കൂടിയും ഒരു സെലിബ്രേഷൻ കൂടിയുമാണ് ഇത്. പക്ഷെ ഇത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ വികസിതം ലൈക്ക് സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ പ്രയാസ് അതിന്റെ ഒരു ശരിക്കും ഒരു ഇംപ്ലിമെന്റേഷൻ ആണ് നമ്മൾ കാണുന്നത് ജമ്മു കാശ്മീരിൽ. ഏത് സർക്കാർ ആയാലും ജമ്മു കാശ്മീരിൽ നമ്മുടെ സർക്കാരല്ല, പക്ഷെ എന്നിട്ടും മോദി സർക്കാരിന്റെ ഒരു എക്സാംപ്ലിഫൈങ് ഈ യൂണിറ്റി അതിന്റെ ഒരു പ്രതീകം തന്നെയാണ് ഇപ്പോഴത്തെ അനൗൺസ്മെന്റ്സും. അതും വലിയ വലിയ നേട്ടങ്ങളാണ്. ജമ്മു കാശ്മീരിൽ വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിന്റെ അനൗൺസ്മെന്റ് ആണ്. 46,000 കോടിയോളം അനൗൺസ്മെന്റ്സ് ആയിരുന്നു. വന്ദേ ഭാരത് ട്രെയിൻസ് ആയാലും ചെനാബ് ബ്രിഡ്ജും മറ്റേ അഞ്ചി ബ്രിഡ്ജിന്റെ കുറിച്ചും ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാനലിസ്റ്റ്. ഇതൊക്കെ ഒരു എഞ്ചിനീയറിംഗ് മാർവൽസും ഒരു ടൂറിസമിന്റെ വലിയൊരു സിംബോളിക് സ്ട്രക്ചേഴ്സും കൂടിയുമായിട്ട് മാറുന്നുണ്ട്. അത് മാറും. അത് പിന്നെ ജമ്മു കാശ്മീർ ആ ടൂറിസമിന്റെ ഒരു ബൂസ്റ്റ് കിട്ടുക ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ ആ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു കാലഘട്ടത്തിൽ അത് മാറാൻ വേണ്ടിയിട്ടും ആ സെന്റിമെന്റിന് മാറാൻ വേണ്ടിയിട്ടും ടൂറിസത്തിന് വീണ്ടും ഒരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ ജനങ്ങൾ ഇന്ന് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം അവർക്ക് ഒരു ടൂറിസം ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ മുമ്പ് യൂണിയൻ ടെറിട്ടറി ആവുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതിൽ വരുമ്പോൾ എത്രത്തോളം ടൂറിസമിന്റെ പ്രോജക്ട്സ് അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എത്രത്തോളം ടൂറിസം ബൂസ്റ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ ഇന്ന് അവര് റീകളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ പഴയ കാലമൊക്കെ. പക്ഷേ അത് ഉടനെ തന്നെ പ്രൈം മിനിസ്റ്റർ ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഒക്കെ അനൗൺസ് ചെയ്തിട്ട് വലിയൊരു കാര്യം തന്നെയായിരിക്കും ജമ്മു കാശ്മീരിന്. ഇറ്റ്സ് ദ ക്രൗൺ ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞ പ്രൈം മിനിസ്റ്റർ ഇന്നത്തെ സ്പീച്ചില്. സോ ദെയർഫോർ ആ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ, ക്രൗൺ ഓഫ് ഇന്ത്യന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതാണ് ഇന്നത്തെ ഒരു അനൗൺസ്മെന്റ്സ് നമുക്ക് കാണേണ്ടത്. ഇപ്പൊ ജമ്മു കാശ്മീരിൽ ഇപ്പൊ IIT ഉണ്ട്, IIM ഉണ്ട്, എയിംസ് ഉണ്ട്. അപ്പോ ഈ ജമ്മു കാശ്മീർ ഇസ് നോ ലോങ്ങർ ആ പഴയ ജമ്മു കാശ്മീർ ഒന്നും അല്ല. നമുക്കിപ്പോ പഴയ ജമ്മു കാശ്മീരിൽ നമുക്ക് ഓർക്കാൻ കഴിയുന്ന ടെററിസമും ഭീകരതയും അതിന്റെയൊക്കെ ഒരു സിംബോളിക് ആയിട്ട് ഒരു സ്ഥലമായിരുന്നു. ഒരു ടെററൈസിങ് സ്ഥലം പോലെയാണ് ജമ്മു കാശ്മീർ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കുറെ കാലം. പക്ഷെ വീണ്ടും ഒരു മാറ്റം വന്നു. ഇപ്പൊ ഈ കാലത്ത് മോദി സർക്കാരിന്റെ കീഴിൽ ഇപ്പൊ വന്നപ്പോ അതിന്റെ ഒരു മാറ്റം കാണാൻ കിട്ടി. പിന്നെ വീണ്ടും ഇങ്ങനത്തെ കുറെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് അനൗൺസ് ചെയ്യുമ്പോൾ ഒമർ അബ്ദുള്ള കൂടിയും അവർക്ക് പ്രേസ് ചെയ്യാണ്ട് വേറെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. ഒമർ അബ്ദുള്ള കൂടിയും അവരെ പ്രേസ് ചെയ്തിട്ട് ഒരു കാലഘട്ടമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴത്തെ ഒരു എൻവയൺമെന്റ് നമ്മൾ നോക്കുകയാണെങ്കിലും കുറെ മിനിസ്റ്റേഴ്സ് ഗോൺ ടു വേരിയസ് കൺട്രീസ് ടേക്കിംഗ് അവർ കേസ്, നമ്മുടെ കേസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും ഓപ്പോസിഷൻ ആയാലും എല്ലാ പാർട്ടീസിനും നമ്മൾ അയച്ചിട്ടുണ്ട് മിനിസ്റ്റേഴ്സിനെ. അപ്പൊ അതും സബ്കാ സാത്ത് സബ്കാ വികാസിന്റെ ഒരു സിംബോളിക് ജെസ്റ്റർ തന്നെയാണ്. വിനിത, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കൂടി ശ്ലാഘിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ് പ്രധാനമന്ത്രിയെ കേന്ദ്ര സർക്കാർ. അതായത് രാജ്യത്ത് എല്ലാ തരത്തിലുള്ള വികസനങ്ങളും കൊണ്ടുവരുമ്പോൾ അത് എല്ലാ വിഭാഗം ജനങ്ങളെയും മുഖവിലേക്ക് കൊടുത്തുകൊണ്ട് അവരുടേതായ എല്ലാ രീതിയിലുള്ള വളർച്ചയ്ക്ക് നിദാനമായിട്ടുള്ള ഒരു വികസന രീതിയാണ് നരേന്ദ്രമോദി സർക്കാർ കാഴ്ചവെക്കുന്നത്. അത് എതിരാളികൾക്ക് പോലും അംഗീകരിച്ചു കൊടുക്കേണ്ടുന്ന ഒരു മികവായി അത് മാറിയിരിക്കുകയാണ് അല്ലേ? പ്രത്യേകിച്ച് ഇവിടെ ജമ്മു കാശ്മീരിൻ്റെ ടൂറിസം മേഖലയായി കഴിഞ്ഞാലും അവിടെ ഇപ്പോൾ നേരത്തെ ഐസനും ഗൗതമം ഇപ്പോൾ താങ്കളടക്കം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ജമ്മു കാശ്മീരിൻ്റെ ചരിത്രമെടുത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കലാപകാരികൾ തെരുവിലിറങ്ങുന്ന കല്ലും ആയുധങ്ങളും എടുത്ത് തെരുവിലിറങ്ങുന്ന കാഴ്ചകൾ. പക്ഷേ ആ കാഴ്ചകൾ മാറിക്കഴിഞ്ഞു. ഇന്നവിടെ വികസനമാണ് എല്ലാ തരത്തിലായി കഴിഞ്ഞാൽ അവിടെ തദ്ദേശീയരായ ആൾക്കാർക്ക് പോലും അവരുടെ ജീവിത
നിലവാരം ഉയർത്തുന്ന തരത്തിലേക്ക് അവിടുത്തെ വികസനം എത്തിക്കാൻ മോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കശ്മീർ എന്ന് പറയുമ്പോൾ ടൂറിസത്തിൻ്റെതായ ഒരു മേഖലയാണ്, ഒരു സ്ഥലമാണ്. ആ സ്ഥലം അതിൻ്റേതായ രീതിയിൽ വളർച്ച പ്രാപിക്കുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വികസന നയത്തിന് അംഗീകാരം നൽകിയാണ്. അത് തന്നെയാണ് ഒമർ അബ്ദുള്ളയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഒപ്പം അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ അദ്ദേഹം പാകിസ്ഥാനെ വീണ്ടും താക്കീത് നൽകാൻ മറന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭാരതം പോരാടുന്നത് പാകിസ്ഥാനോട് മാത്രമല്ല, ലോകം മുഴുവനുമുള്ള ഭീകരതയോട് ആണ് എന്നതാണ്. അവിടെ പല അർത്ഥതലങ്ങളുമുണ്ട്. കാരണം പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ആയുധങ്ങളുമായി, പടക്കോപ്പുകളുമായിട്ടാണ് അവിടുത്തെ സാധാരണക്കാരുടെ ഇടയിലേക്ക് പോലും പോകുന്നത്. പക്ഷെ അവിടെ വികസനത്തിൻ്റെ ആ മനോഹരമായ കാഴ്ചയുമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ, പ്രധാന സേവകൻ, ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ആയുധം കൊണ്ട് നിങ്ങൾ എവിടെയും എത്തില്ല, ഞങ്ങളെ കണ്ടുപിടിക്കൂ, വികസനത്തിൻ്റെ തേരോട്ടത്തിലൂടെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തൂ എന്നുള്ള കൃത്യമായ ഒരു തന്നെയാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. അത് പാകിസ്ഥാനോട് മാത്രമല്ല, ലോകത്തോട് തന്നെയല്ലേ? യെസ്, അത് ഡെഫിനറ്റ്ലി ഇപ്പോഴത്തെ ഒരു സെന്റിമെന്റ് നമ്മൾ പാകിസ്ഥാനിന് നല്ലൊരു മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. നോട്ട് ജസ്റ്റ് ലൈക്ക് പെൻ ഇസ് മൈറ്റിയർ ദാൻ ദ സോർഡ് പറയുന്ന പോലെ വികസനം ഇസ് മൈറ്റിയർ ദാൻ ദ സോർഡ് എന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. വികസനമാണ് ഒരു വലിയൊരു തിരിച്ചടി കൊടുക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നത് പാകിസ്ഥാനിന്. പാകിസ്ഥാന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അവരുടെ സമ്പദ് അവസ്ഥ വളരെ മോശമായ ഒരു കണ്ടീഷനിലാണ്. IMF കടം വാങ്ങി അവര് എത്രത്തോളം ആ കൺട്രീനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത്രത്തോളം ഒരു കടത്തിൽ മുങ്ങി കിടക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാന്. പക്ഷെ അതേ സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ അതേ സമയത്ത് നമുക്ക് ഇൻഡിപെൻഡൻസ്, നമുക്ക് ഇത്രയും വർഷം ഇന്ത്യയും ഇത്രയും എസ്പെഷ്യലി കഴിഞ്ഞ 10 വർഷത്തിൽ നമുക്ക് ഇത്രയും ഒരു പ്രോഗ്രസ് നമുക്ക് കാണിക്കാൻ പറ്റിയിരിക്കുന്നത്. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ആയിട്ട് മാറിയിട്ടുണ്ട്, 5th ലാർജസ്റ്റ് എക്കോണമി ആയിട്ട് മാറിയിട്ടുണ്ട്, 3rd ലാർജസ്റ്റ് എക്കോണമി ആയിട്ട് മാറാൻ പോകുന്നു ഇന്ത്യ. ഷിയർ ഹാർഡ് വർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കഴിഞ്ഞ 10-15 വർഷം ഇത്രത്തോളം അധ്വാനിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു സ്ഥാനം കിട്ടുന്നത് ലോകത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റീജിയനിൽ നമ്മൾ ഒരു ഷൈനിങ് സ്റ്റാർ ആണ്. ഈ റീജിയൻ മാത്രമല്ല, നമ്മൾ ഫുൾ ഗ്ലോബിൽ തന്നെ ഒരു ഷൈനിങ് സ്റ്റാർ ആയിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യ. ആൻഡ് നമ്മുടെ നെയ്ബർഹുഡ് കൺട്രീസ് നമ്മൾ എപ്പോഴും ഒരു എൽഡർ ബ്രദർ, ഒരു ഹാൻഡ് ആണ് നമ്മൾ എപ്പോഴും we have shown that hand, supporting hand, especially even during COVID. നമുക്ക് ഓർക്കുകയാണെങ്കിൽ ശ്രീലങ്ക അങ്ങനത്തെ കുറെ കൺട്രീസ് നമ്മൾ വാക്സിൻസ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് വീണ്ടും പറയുന്നത്, ആ ഒരു ഫിലോസഫി നമ്മൾ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഫിലോസഫി തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ മോദിജി ഹാസ് റിസൺ അബവ് ഓൾ പാർട്ടീസ് ആൻഡ് ഓൾ പൊളിറ്റിക്കൽ സിസ്റ്റംസും എല്ലാത്തിൻ്റെയും ഉപരിയായിട്ട് ഒരു പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആണ് ഇപ്പോ. ഹി ഈസ് ഇംപ്ലിമെന്റിംഗ് പ്രോജക്ട്സ് അക്രോസ് ദ കൺട്രി. ഓൾവേസ് അങ്ങനെ തന്നെ ആയിരുന്നു. കഴിഞ്ഞ 10 വർഷം നോക്കുകയാണെങ്കിലും എല്ലാ സംസ്ഥാനത്തിനും വേണ്ടിയിട്ടും അവരുടെ പെർഫോമൻസ്. താങ്കളിലേക്ക് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധൻ ശ്രീ ആദികേശവൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ആദികേശവൻ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഭാരതം ഇന്ന് ലോകത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞു. ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞു. ജർമ്മനി എന്നുള്ള ആ രാജ്യത്തെ പോലും 2027 നമുക്ക് മറികടക്കാൻ കഴിയുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരടക്കം സാക്ഷ്യപ്പെടുന്നത്. ലോകബാങ്ക് തന്നെ അത് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെ വികസനത്തിൻ്റെതായ എല്ലാ അർത്ഥത്തിലും ഒരു കുതിപ്പ് ഭാരതം നടത്തുമ്പോൾ അതിൻ്റെ ഒരു ചലനങ്ങൾ തന്നെയാണ് നമുക്ക് ഭാരതത്തിലെ ഓരോ സംസ്ഥാനങ്ങളിലും കാണാൻ സാധിക്കുന്നത്. ജമ്മു കാശ്മീർ 46,000 കോടിയുടെ വികസന പദ്ധതികൾ, അത്തരത്തിൽ ആ ഒരു വികസനത്തിൻ്റെതായ ഒരു സമഗ്രതയെ, ആ വിശാലമായിട്ടുള്ള ആ ഒരു ജനങ്ങളിലേക്ക്, ജനകോടികളിലേക്ക് ആ വികസനത്തിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും എത്തിക്കുന്ന ആ ഒരു മികവിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? നമ്മുടെ സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ വികസനത്തിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 4ാമത്തെ സ്ഥാനം അല്ലെങ്കിൽ 5ാമത്തെ സ്ഥാനം എന്നതിനേക്കാൾ ഉപരി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ 4 കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വർഷത്തെ കാലതാമസം കൊണ്ടാണ് നമ്മൾ ഈ 4ാം സ്ഥാനം നേടുന്നത് എന്നൊക്കെയുള്ള വിവിധ തരത്തിലുള്ള പരാമർശങ്ങളുണ്ട്. അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തായാലും ഇപ്പോൾ 4ഓ 5ഓ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ വിട്ടാൽ പോലും ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സമ്പദ്ഘടനയായി വളർച്ചയുടെ അടിസ്ഥാനത്തിൽ
ഇന്ത്യ 2027-28 മാറും എന്നുള്ളതിൽ ആർക്കും തർക്കമേ ഇല്ല. അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നമ്പർ 1 ഇക്കോണമി ആയിട്ട് ഇന്ന് നിൽക്കുന്നു. ചൈന നമ്പർ 2 ആണ്. സൈസിന്റെ കാര്യത്തിൽ മൊത്തം GDP-യുടെ തോത് വെച്ചുള്ള ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ IMF, അന്താരാഷ്ട്ര കൺസൾട്ടിങ് ഏജൻസീസ് എന്ന് പറയുന്ന മെക്കിൻസി, മറ്റുള്ള സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ റേറ്റിംഗ് ഏജൻസി, മൂഡീസ്, ഇവരൊക്കെ പറയുന്നത് എന്തായാലും 2027-28 കൂടി നമ്മൾ 3-ാം സ്ഥാനത്തിലെത്തും. പക്ഷെ അതുകൊണ്ടും നമ്മൾ തൃപ്തിപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഈ വികസിത ഭാരതം 2047 കൂടി വികസിത ഭാരതം എന്നുള്ള സങ്കല്പം നമ്മുടെ മുമ്പിൽ വെക്കാൻ തന്നെ കാരണം, നാം വികസ്വര രാജ്യത്തിൽ നിന്നും ആളോഹരി വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും നമുക്ക് കുറെ അധികം ദൂരം മുന്നേറാൻ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ട്. അപ്പോൾ 3-ാം സ്ഥാനത്തെത്തിയാലും വീണ്ടും നമ്മുടെ വളർച്ചാ നിരക്ക് ഇന്നത്തെ ഒരു 6-7 എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു 8% വളർച്ചാ നിരക്ക് നമുക്ക് വേണ്ടി വരും എന്നുള്ളതാണ് പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു തത്വം. ഇന്ന് റിസർവ് ബാങ്കിന്റെ ഗവർണർ ഇന്ന് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പലിശ നിരക്ക് 0.5% വെട്ടിക്കുറച്ചു. 0.5% ഇന്ന് കുറച്ചു എന്ന് മാത്രമല്ല, കഴിഞ്ഞ 4 മാസത്തിന്റെ ഇടയ്ക്ക് മൊത്തത്തിൽ 1% വായ്പാ നിരക്കുകൾ, റിസർവ് ബാങ്കിന്റെ വായ്പാ നിരക്ക്, റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് കൊടുക്കുന്ന ബാങ്കുകൾക്ക് കൊടുക്കുന്ന വായ്പയുടെ നിരക്കാണ്. ആ നിരക്ക് 1% കുറച്ചിരിക്കുന്നു. അതിന്റെ ഫലമായി വായ്പ എടുത്തിട്ടുള്ള ആൾക്കാർക്കും ഇനി വായ്പ എടുക്കാൻ പോകുന്ന ആൾക്കാർക്കും പലിശയുടെ ഭാരം നല്ലവണ്ണം കുറയും എന്നുള്ളതിൽ സംശയമില്ല. പണത്തിന്റെ ലഭ്യത, റിസർവ് ബാങ്ക് വിപണിയിലെ പണത്തിന്റെ ലഭ്യത ലാക്കാക്കി ബാങ്കുകൾ കരുതൽ ധനമായി സൂക്ഷിക്കേണ്ട ഒരു നിരക്കുണ്ട്. CRR എന്ന് പറയും. അതായത് 100 രൂപ നിക്ഷേപം കിട്ടിയാൽ ആ 100 രൂപയും ബാങ്കിന്റെ ഇഷ്ടം പോലെ നമുക്ക് വായ്പ കൊടുക്കാൻ സാധിക്കില്ല. 18 രൂപ നിർബന്ധമായും കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും കടപ്പത്രത്തിൽ അല്ലെങ്കിൽ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസിൽ നിക്ഷേപിക്കണം. നിക്ഷേപത്തിൽ കിട്ടുന്നതിന്റെ 100 രൂപയുടെ 18% അങ്ങനെ പോകും. ബാക്കിയുള്ള ഒരു നിബന്ധന 4% ക്യാഷായിട്ട് തന്നെ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കണം, കരുതൽ ധനമായിട്ട്. ആ 4% എന്നുള്ളത് ഇപ്പോൾ 3% ആക്കിയിരിക്കുന്നു. സെപ്റ്റംബർ മുതലാണ് ഇത് നടപ്പിൽ വരിക. അതെന്തായാലും ഈ നടപടി വഴി 2.5 ലക്ഷം കോടി രൂപ ബാങ്കുകൾക്ക് വായ്പ കൊടുക്കാനായിട്ട് അധികമായി കയ്യിൽ കിട്ടുന്നു. അപ്പൊ പണത്തിന്റെ ലഭ്യത കൂട്ടാനായിട്ടുള്ള നടപടി, പണം ഇനി ലഭിച്ചു കഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ട, വായ്പ എടുത്തു കഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ട പലിശ ബാധ്യത, പലിശയുടെ ഒരു സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് പലിശ നിരക്കുകൾ കുറച്ചു കൊണ്ടുവരുന്നു. അപ്പൊ അതായത് മൊത്തം ഈ താങ്കൾ നേരത്തെ പറഞ്ഞ നമ്മുടെ വികസനത്തിന്റെ പാതയിലേക്കുള്ള നമ്മുടെ ജൈത്ര യാത്ര ഇനിയും ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളുടെ ഒരു ആകത്തുകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ റിപ്പോ നിരക്കിൽ റിസർവ് ബാങ്ക് വീണ്ടും കുറവ് വരുത്തിയിരിക്കുകയാണ്. ഈ 50 അടിസ്ഥാന പോയിന്റ് കുറിച്ച് 5.5% പുതുക്കിയ നിരക്ക്. ഇത്തരത്തിലുള്ള ഈ ഇടപെടലുകൾ രാജ്യത്തെ സാധാരണക്കാർക്ക് കൂടി ഗുണം ചെയ്യുന്നതാണ്, പ്രയോജനം ചെയ്യുന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇപ്പം ഈ പലിശ നിരക്കിന്റെ കുറവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ വായ്പ എടുത്തിട്ടുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അതിന്റെ ഒരു മെച്ചം അല്ലെങ്കിൽ ഗുണം ലഭിക്കും. ഇപ്പൊ കോർപ്പറേറ്റ്സ് ഉണ്ട്, വലിയ വലിയ കമ്പനികൾ വായ്പ എടുക്കാറുണ്ട്. പൊതുവെ അവരേറ്റവും നല്ല ഒരു വായ്പാ നിരക്ക് അവർക്ക് ബാർഗെയിൻ ചെയ്യുവാനുള്ള ഒരു സ്ഥാനം അവർക്കുണ്ട്. കാരണം വലിയ കമ്പനികളാണ്. അപ്പൊ അവർക്ക് എപ്പോഴായാലും എനിക്ക് തോന്നുന്നത് താരതമ്യേന മെച്ചപ്പെട്ട ഒരു വായ്പാ നിരക്ക് ബാർഗെയിൻ ചെയ്ത് മേടിക്കുവാനുള്ള ഒരു മിടുക്കും സ്ഥാനവും അവർക്കുണ്ട്. അപ്പൊ അവരുടെ കാര്യം നമ്മൾ വിട്ടാൽ പോലും MSME സെക്ടറിൽപ്പെട്ട വായ്പക്കാർ, മൈക്രോ യൂണിറ്റ്സ്, അതിൽ തന്നെ ഏറ്റവും, അതായത് സൂക്ഷ്മ യൂണിറ്റ്സ് നമ്മൾ പറയില്ല, ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന മുദ്രാ ലോൺ അടക്കം ഉള്ള വായ്പ എടുത്തിട്ടുള്ള ആൾക്കാർക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഈ 50 ബേസിസ് പോയിന്റ്സ് എന്നുള്ളത് ഇന്നത്തെ തീരുമാനം 0.5%. പക്ഷെ കഴിഞ്ഞ 4 മാസത്തിനകം ഇത് 1% കുറച്ചു. അപ്പൊ അവർക്കുള്ള ബാധ്യത കുറയുന്നു. ഭവന വായ്പ എടുത്തിട്ടുള്ള ആൾക്കാരുടെ വായ്പ തിരിച്ചടവ് EMI കുറയും. ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി താരതമ്യേന കുറഞ്ഞ പലിശ നിരക്കിൽ ഭവന വായ്പ ലഭിക്കും. കാർ എടുക്കാൻ, ഓട്ടോ
അതായത് ടൂ വീലർ ആണെങ്കിലും കാർ ആണെങ്കിലും അത് മേടിക്കാനായിട്ട് വായ്പ എടുക്കുന്ന ആൾക്കാരുടെ പലിശ ബാധ്യത കുറയുന്നു. എഡ്യൂക്കേഷൻ ലോണിനടക്കം എല്ലാത്തരം വായ്പക്കാർക്കും ഈ 1% പലിശ നിരക്ക് കുറവ് വന്നിട്ടുള്ളതിന്റെ ഗുണം ലഭിക്കും. അത് തന്നെയാണ് ഉദ്ദേശം. അപ്പൊ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുവാൻ വേണ്ടി വേറൊരു കാര്യം നമ്മൾ ഇത്തരുണത്തിൽ ഓർക്കേണ്ടത്, ഈ ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തികൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, അമേരിക്ക, ചൈന, ഇന്ത്യ, ജർമ്മനി, ജപ്പാൻ, ഇവരുടെയൊക്കെ വളർച്ചാ നിരക്ക് ഈ വർഷത്തെ നോക്കിക്കഴിഞ്ഞാല് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമേരിക്ക വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കുന്നത് ഈ വർഷം 1.18 ആണ്. അതായത് ഏകദേശം 1% വളർച്ച അമേരിക്ക പ്രതീക്ഷിക്കുന്നു. ചൈന പ്രതീക്ഷിക്കുന്ന വളർച്ചാ നിരക്ക് 4%. ജർമ്മനി പ്രതീക്ഷിക്കുന്ന വളർച്ചാ നിരക്ക് മൈനസ് ആണ്, വളരുന്നില്ല. അവർ മിക്കവാറും കോൺട്രാക്ട് ചെയ്യും. അവരുടെ എക്കോണമിയുടെ സൈസ് ഈ വർഷം കുറയും എന്നാണ് അവർ അനുമാനിക്കുന്നത്. ജപ്പാൻ ഏകദേശം 1%. അപ്പൊ ഈ കൂട്ടത്തിലുള്ള, അതായത് ഇതാണ് വളർച്ചാ നിരക്ക് പൊതുവെ 4%, ചൈന പിന്നെ 1% അല്ലെങ്കിൽ നെഗറ്റീവ് ഒക്കെയാണ് മേജർ രാജ്യങ്ങള് നേടാൻ പോകുന്ന വളർച്ചാ നിരക്ക്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇന്ത്യ 6.5% വളർച്ചാ നിരക്ക് റിയൽ GDP ഗ്രോത്ത് നമ്മൾ ഈ വർഷം പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വളർച്ചാ നിരക്ക് ഓൾറെഡി മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടി നിൽക്കുന്നു എന്ന് മാത്രമല്ല, ആ വളർച്ചാ നിരക്കിനെ കുറച്ചുകൂടി പരിപോഷിക്കാൻ അല്ലെങ്കിൽ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ തുടർച്ചയായി നമ്മുടെ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാവുന്നു. ഒരു രീതിയിലും അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക ഗതിവിഗതികൾ, ഇപ്പൊ ടാരിഫ് അടക്കം എല്ലാവർക്കും അറിയാമല്ലോ, ധാരാളം അസ്ഥിരത, അൺസർട്ടനിറ്റി അന്താരാഷ്ട്ര തലത്തില് എല്ലാ സമ്പദ്ഘടനകളും നേരിടുന്നുണ്ട്. അപ്പൊ അങ്ങനെ അസ്ഥിരമായിട്ടുള്ള ഒരു സാമ്പത്തിക അന്തരീക്ഷത്തിൽ സ്ഥിരമായിട്ടുള്ള സ്റ്റെബിലിറ്റി ഇൻഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ കേന്ദ്ര സർക്കാർ. ശ്രീ ആദികേശവൻ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ലോകം ഒരു അസ്ഥിരതയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക രംഗമായി കഴിഞ്ഞാൽ അത് ഉയർച്ച താഴ്ചകളിലൂടെയാണ്. അത് അമേരിക്കൻ സമ്പദ്ഘടന ആയി കഴിഞ്ഞാലും ചൈനീസ് സമ്പദ്ഘടന ആയി കഴിഞ്ഞാലും എല്ലാ സമ്പദ്ഘടനയും ഉയർച്ചകളും താഴ്ചകളും ഒരുപോലെ ഫേസ് ചെയ്യുകയാണ്. സാമ്പത്തികമായിട്ടും പല രീതിയിലുള്ള അസ്ഥിരത ലോകത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഭാരതം അടിക്കടി കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്ഥിരമാർന്ന ഒരു പ്രകടനമാണ് അത് സാമ്പത്തിക മേഖലയിലേക്ക് കഴിഞ്ഞാലും എല്ലാ തരത്തിലായി കഴിഞ്ഞാലും ഭാരതം പ്രകടമാക്കുന്നത്. അവിടെ അതിന് ആധാരമായിട്ടുള്ള ഘടകങ്ങൾ ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന രീതിയിൽ താങ്കൾ എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത്? വളരെ പ്രധാനപ്പെട്ട സ്ഥിരതയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് 3 തരത്തിലുള്ള സ്ഥിരതയാണ് ഒരു സമ്പദ്ഘടനയ്ക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടി മിനിമമായിട്ട് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. ഒന്ന്, പണപ്പെരുപ്പത്തിന്റെ കാര്യത്തില് അല്ലെങ്കിൽ വിലക്കയറ്റത്തിന്റെ കാര്യത്തില് വളരെ വോളറ്റൈൽ ആയിട്ടുള്ള, ഇപ്പൊ ഒരു വർഷം 6 മാസം കൂടുമ്പോഴത്തേക്കും കണ്ടമാനം വിലക്കയറ്റം ഉണ്ടാവുന്നു, 7-8%. പിന്നെ അത് കുറച്ച് കൊണ്ടുവരാനായിട്ട് അധികാരികൾക്ക് സാധിക്കുന്നു, വീണ്ടും താഴുന്നു, 4-5%, വീണ്ടും ഉയരത്തിലേക്ക് പോകുന്നു. ഇതാണല്ലോ വോളറ്റിലിറ്റി നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പൊതുവെ റിസർവ് ബാങ്കും മറ്റുള്ള ഏജൻസികളും ഒക്കെ അനുമാനിക്കുന്നത് ഇനി അടുത്ത സാമ്പത്തിക വർഷം അവസാനം വരെ നമ്മുടെ നാട്ടിലെ പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ 4% അടുപ്പിച്ചായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അസസ്മെന്റ് ആണ്. അപ്പൊ ആ പ്രൈസ് സ്റ്റെബിലിറ്റി, അവിടെ സ്ഥിരത നമുക്ക് നേടുവാനായിട്ട് സാധിച്ചിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെബിലിറ്റി ഈ ഫിനാൻഷ്യൽ സെക്ടറിന്റെ സ്റ്റെബിലിറ്റിയാണ്. ധനകാര്യ സ്ഥാപനങ്ങൾ അടങ്ങുന്ന ധനകാര്യ മേഖലയിലെ സ്റ്റെബിലിറ്റി. ബാങ്ക്സിന്റെ പെർഫോമൻസ് ഇപ്പോ കെട്ടാക്കടങ്ങളുടെ കഥകളൊക്കെ പഴങ്കഥകളായി. ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ്സ് എല്ലാം സ്ട്രോങ് ആണ്. ധനകാര്യ മേഖല പൊതുവെ സ്റ്റേബിൾ ആണ്. പക്ഷെ ഇത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഇന്ത്യക്ക് അഭിമാനിക്കാൻ, ഏത് രാഷ്ട്രീയ പാർട്ടി വേണമെങ്കിൽ ഭരിച്ചോട്ടെ, നമുക്ക് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പൊ അടിയുറച്ച ഒരു പൊളിറ്റിക്കൽ നേതൃത്വമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. 2014, 19, 24 അടക്കം രാജ്യം നിസ്സംശയമായിട്ട് ഒരു പൊളിറ്റിക്കൽ ഫോർമേഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ജനസമ്മതി നേടി. ജനാധിപത്യപരമായിട്ട് തന്നെ ആ ഒരു പ്രോസസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അവിടെ കണ്ടിന്യൂറ്റി ഉണ്ട്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട്.
ആൻഡ് ഈ ഗവൺമെന്റിനെ എതിർക്കുന്നവർ അടക്കം പറയുന്നത് ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ എന്താണ് ഐഡിയോളജിയിലോട് ആശയപരമായ കാര്യങ്ങളിൽ വിയോജിപ്പ് പല രീതിയിലുണ്ടാവാം. അതെല്ലാം വിട്ടാലും അദ്ദേഹം ദൃഢമായ സ്ഥിരമായ രാജ്യത്തിന്റെ കാര്യം കൺട്രി ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു നേതൃത്വം ഈ രാജ്യത്തിന് നൽകി എന്നുള്ളതിൽ രണ്ടഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി. ഈ 3 ഫാക്ടേഴ്സും കൂടി വരുമ്പോഴത്തേക്കും ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ്, ഇവിടെ മുതൽ മുടക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ള രാജ്യത്തിനകത്തുള്ള സംരംഭകരാകട്ടെ പുറത്തു നിന്നുള്ള നിക്ഷേപകരാവട്ടെ, അവരുടെ കോൺഫിഡൻസ്, വിശ്വാസം, ഈ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വിശ്വാസ്യത, ഇതൊക്കെ വർദ്ധിക്കുന്നതാണ് ഈ കോമ്പിനേഷൻ ഓഫ് സർക്കംസ്റ്റൻസസ്. അപ്പൊ അതും ഈ നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് ആക്കം കൂട്ടും. പക്ഷെ ഇത് പറയുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു വികസിത രാജ്യമാവാൻ ഇനിയും എത്രയോ ദൂരം നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് എല്ലാവരും കോൺഷ്യസ് ആണ്, അവെയർ ആണ്. കാരണം ആളോഹരി വരുമാനത്തിന്റെ കാര്യത്തില് രാജ്യത്തില് തൊഴിൽ മേഖലയില് തൊഴിൽ സാധ്യത സൃഷ്ടിക്കേണ്ട ആവശ്യകതയുടെ കാര്യത്തില് ഉയർന്ന വളർച്ചാ നിരക്ക് 7-8% തുടർച്ചയായിട്ട് വളർച്ചാ നിരക്ക് നേടേണ്ട ആവശ്യത്തിനെ കുറിച്ചൊക്കെ പൊതുവെ ഈ പോളിസി മേക്കേഴ്സും ഗവൺമെന്റും സർക്കാരും മന്ത്രിമാരും പ്രധാനമന്ത്രിയും ഒക്കെ അവെയർ ആണെന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു നമുക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന കാര്യം. ഇതിപ്പം എന്താണ്, നമ്മൾ കൈവരിച്ചിട്ടുള്ള ഈ വികസനം പോരാ, അതിൽ വി കനോട്ട് റെസ്റ്റ് ഓൺ അവർ ഓൾസ് എന്ന് പറയുമല്ലോ. നമ്മൾ നേടിയ നേട്ടങ്ങളുടെ മേന്മ പറഞ്ഞുകൊണ്ട് നമുക്ക് വിശ്രമിക്കാൻ ആവുന്ന സമയമല്ല. ഇനിയും കഠിന പ്രയത്നം ചെയ്യേണ്ടി വരും. കാരണം തുടർച്ചയായിട്ട് 20 വർഷം 25 വർഷം ഉയർന്ന വളർച്ചാ നിരക്ക് നേടുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം വികസ്വര രാജ്യത്തിൽ നിന്നും വികസിത രാജ്യമാവുകയുള്ളൂ. അവിടെയും ഒരു കാര്യം ശ്രീ സുരേഷ് അദ്ദേഹത്തിന് ഐസനോട് പറയാനുള്ളത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ എമർജിങ് എക്കോണമി എന്നാണ് നമ്മൾ പറയുക. അതായത് വികസ്വര രാജ്യം എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വികസിത രാജ്യം ആയിക്കൊണ്ടിരിക്കുന്ന എക്കോണമി, സമ്പദ്ഘടന. പക്ഷെ ശരിക്കും നമ്മൾ പറയേണ്ടത് റീ എമർജിങ് എക്കോണമി എന്നാണ് ഇന്ത്യയെ കുറിച്ച്. അത് ഡോക്ടർ YV റെഡ്ഡി പഴയ RBI ഗവർണറൊക്കെ അതിനെ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം 1750 ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ലോക GDP-യുടെ ഒരു കോൺട്രിബ്യൂഷനിൽ ഏകദേശം 20-25% ഇന്ത്യയുടേതായിരുന്നു. അപ്പൊ അവിടെ നിന്നും നമ്മൾ പുറകോട്ട് പോയി വീണ്ടും ആ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് നമ്മൾ എത്തുന്നു. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ എമർജിങ് ഇക്കോണമി അല്ല, റീ എമർജിങ് ഇക്കോണമിയാണ്. അതിന് ഇനിയും കഠിന പ്രയത്നം ചെയ്യേണ്ടതുണ്ട്. പൊതുവെ പറയുകയാണെങ്കിൽ ചില ന്യൂനതകളൊക്കെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. പൊതുവെ പറയുകയാണെങ്കിൽ സർക്കാരിന്റെ നയങ്ങൾ, RBIയുടെ നയങ്ങൾ, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ധനമന്ത്രിയുടെ നയങ്ങൾ മൊത്തത്തിൽ ഈ വളർച്ചാ നിരക്കിലാക്കിക്കൊണ്ട് എല്ലാവർക്കും പ്രയോജനം കിട്ടുന്ന രീതിയിൽ, പ്രത്യേകിച്ച് പാവപ്പെട്ട ആൾക്കാരെ കൂടി കൈപിടിച്ചുയർത്തുവാനുള്ള പല വികസന പദ്ധതികളും നടപ്പിലാക്കി കൊണ്ടുവരുന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഇനിയും എന്താണ്, കൂടുതൽ വികസനത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇനിയും ഉണ്ടാവും. അത് രാജ്യത്തിന് ഗുണം ചെയ്യും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. യെസ്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വളരെ അഭിമാനിക്കാവുന്ന, സന്തോഷിക്കാവുന്ന ഒരു അവസ്ഥയിലൂടെയാണ്, സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ഇനിയും വികസന കുതിപ്പുണ്ടാകുക തന്നെ ചെയ്യും, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ശ്രീമതി വിനീത ഹരിഹരൻ അല്പസമയം മുമ്പ് ശ്രീ ഹരികേശവൻ സാക്ഷ്യപ്പെടുത്തിയതുപോലെ തന്നെ ഭാരതം രാജ്യം കുതിക്കുമ്പോൾ ആ മികവ്, അതിൻ്റെ ആ ഒരു ഗുണം എല്ലാ ജനങ്ങളും ഒരുപോലെ സ്വീകരിക്കുകയാണ്, ഒരുപോലെ ഏറ്റുവാങ്ങുകയാണ്. ഇത് നിലനിർത്തുക എന്നതാണ് നേട്ടം. നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞു. ഇനി ആ നേട്ടത്തിൻ്റെ ആ ഒരു പ്രഭ നിലനിർത്തുക എന്നുള്ള കർത്തവ്യം അത് കൃത്യമായും കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിർവഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് വികസ്വര രാഷ്ട്രം എന്നതിൽ നിന്ന് മാറി ഒരു വികസിത രാഷ്ട്രം എന്നുള്ള ആ ഒരു സങ്കല്പമല്ല, അതൊരു സങ്കല്പമായിരുന്നു. പക്ഷേ ഇന്ന് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. 27 എത്തുമ്പോഴേക്കും 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നു. പിന്നീട് 3, 2, അങ്ങനെ നമുക്ക് മുന്നിൽ ഇനി നേട്ടങ്ങളുടെ ഒരു ലക്ഷ്യം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒമർ അബ്ദുള്ള നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ നമുക്ക് അവസാനിപ്പിക്കാമെന്നു. കാരണം എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു ഭരണ മികവ് ശ്ലാഘിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ് എല്ലാവരും ഒരേ സ്വരത്തിലല്ലേ.
അതെ, തീർച്ചയായിട്ടും. എല്ലാ 360 ഡിഗ്രി നമ്മൾ നോക്കുകയാണെങ്കിൽ വികസനത്തിന്റെ ഒരു ഒരു വിപ്ലവം തന്നെയാണ് നടക്കുന്നത് ഇപ്പോ രാജ്യത്തിൽ മൊത്തം. ഇപ്പൊ ആദികേശവൻജിയും റീട്രേറ്റ് വാലിഡേറ്റ് ചെയ്ത പോലെ തന്നെ നമ്മുടെ സാമ്പത്തിക അവസ്ഥയും കൂടിയും ഇപ്പൊ എല്ലാരും പറയുന്നത് അഞ്ചാമത്തെയാണ്, മൂന്നാമത്തെയാണ്, ഇതൊക്കെ വെറുതെ ഒരു നെറേറ്റീവ് ആണ്, ഫോൾസ് ഇതൊക്കെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എക്കണോമിസ്റ്റ് വെൽ നോൺ എക്കണോമിസ്റ്റും വേൾഡ് ബാങ്കും IMF-ഉം എല്ലാവരും സർട്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ എക്കോണമിയുടെ ഒരു സ്ട്രെങ്ത്തും. അത് വെറും ഒരു ഗ്രോത്ത് റേറ്റും വെറും നമ്പേഴ്സ് മാത്രമല്ല, എല്ലാ വിധത്തിലും ഇല്ലേ ഒരു വികസനമാണ്. BJP-യുടെ നമ്മുടെ ഒരു നയം നോക്കുകയാണെങ്കിൽ, ഒരു ഫിലോസഫി നോക്കുകയാണെങ്കിൽ, സാച്ചുറേറ്റ് എവറി ഗ്രാമപഞ്ചായത്ത് വിത്ത് മോസ്റ്റ് ബേസിക് കമ്മ്യൂണിറ്റീസ് എന്നായിരുന്നു. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നമ്മൾ ഗ്രാമപഞ്ചായത്തിന് കൊടുക്കുക, ഓരോ ആൾക്കാർക്കും അവരുടെ രീതിക്ക് അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുക. അതാണ് സർക്കാരിന്റെ ഒരു ദൗത്യം. അതാണ് നമ്മുടെ ഒരു നയം ഉണ്ടായിരുന്നത്. അപ്പം അത് തന്നെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്ത് ആദ്യത്തെ ഘട്ടത്തിൽ NDA 1 നമ്മൾ ചെയ്തത്. അടിസ്ഥാന സൗകര്യങ്ങൾ സാച്ചുറേറ്റ് ചെയ്തു എല്ലാ ഗ്രാമപഞ്ചായത്തിലും, റൂറൽ ഏരിയാസിലും urban ഏരിയാസിലും. പിന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് അടിസ്ഥാന സൗകര്യത്തിന്റെ വികസനം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ NDA-ലാണ് നമ്മൾ സ്കില്ലിങ്ങും എക്കണോമിക് ഡെവലപ്മെന്റിനും ഫോക്കസ് ചെയ്യാൻ പറ്റിയിരുന്നത്. പിന്നെ NDA 2 ഇപ്പൊ NDA 3.0 പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മൾ വലിയ വലിയ കാര്യങ്ങളെല്ലാം ആണ് പോണത്. ടെക്നോളജി, AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്പേസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പോകാനായിട്ട് ഒരു ലക്ഷറി നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോ നമ്മുടെ ട്രൂലി ഒരു വികസിത ഭാരതത്തിന്റെ ഒരു ഇതിലേക്കാണ് നമ്മൾ പോണത്. 2047 വെറുതെ ഒരു സ്ലോഗൻ മാത്രമല്ല, അതൊരു വിഷൻ ആണ്, വിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ. അതും വിഷൻ സ്റ്റേറ്റ്മെന്റ് ബാക്ക് ബൈ മിഷൻ. നമ്മുടെ മിഷൻസ് പല മിഷൻസ് ഉണ്ട്. ആദ്യം നമ്മൾ തുടങ്ങിയത് അടിസ്ഥാന സൗകര്യങ്ങളുടെ മിഷൻസ്, ആവാസ് യോജനയായാലും കുടിവെള്ളമായാലും ഹൗസിംഗ്, ഭവന നിർമ്മാണങ്ങളായാലും എല്ലാത്തിനും ഒരു മിഷൻ മോഡിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഈ സർക്കാർ. ഇപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റ്, ഇപ്പൊ റിപ്പോ റേറ്റിന്റെ റിഡക്ഷനും അത് ഒരു റിയാക്റ്റീവ് ആണ്. നമ്മളിപ്പോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു സ്റ്റാറ്റിക് എക്കണോമിക് ഡെവലപ്മെന്റ് അല്ല. നമ്മുടെ എവറി 5 years നമ്മൾ ഒരു 5 year പ്ലാൻ ഉണ്ടാക്കുമായിരുന്നു പണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു വില നിർത്തുന്നത്. എന്തൊക്കെയാണ് ഇടപെടുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതുപോലെ തന്നെ വികസന ഗ്രാമങ്ങളിൽ നിന്ന് തുടങ്ങുക, വികസനത്തിന്റെ ഗുണഫലങ്ങൾ സാധാരണക്കാരനെ അനുഭവിപ്പിക്കുക, അതിലൂടെ ലോകത്തിൻ്റെ വികസനത്തുടിപ്പിലേക്ക്, ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ചിരിക്കുക. അത് തന്നെയാണ് കൃത്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വികസനത്തിൻ്റെ ലോകത്തെ വലിയ ഒന്നാമത്തെ സാമ്പത്തിക ശക്തി എന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക്, പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് ഭാരതം എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. വളരെയധികം നന്ദി വിനിത ഹരിഹരൻ, ഒപ്പം ആദികേശവൻ, ഒപ്പം ഐസിൻ ജോസും.